യന്ത്രപ്പക്ഷി. ബോധിരാജകുമാരന്റെ പുതിയ കൊട്ടാരം പണി തീർന്നു. കാണാനെത്തിയ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. മനോഹരമായ കൊത്തുപണികൾ. അദ്ദേഹം ശില്പിയെ വിളിച്ചു. "നിങ്ങളുടെ കഴിവ് അത്ഭുതകരം. നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി ഇത്തരം കൊട്ടാരം പണിതിട്ടുണ്ടോ?" "ഇല്ല കുമാരാ, മറ്റാർക്കും വേണ്ടി ഞാൻ ഇത്തരമൊന്ന് പണിഞ്ഞിട്ടില്ല പ്രഭോ." "കൊള്ളാം." രാജകുമാരൻ സന്തോഷം അടക്കാനാകാതെ മന്ത്രിക്കു നേരെ തിരിഞ്ഞു. "അയാൾ പറഞ്ഞതു കേട്ടില്ലേ?" "കേട്ടു രാജൻ." "ഹും, ഈ കൊട്ടാരം പോലെ മറ്റൊന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല." "അതെങ്ങനെ?" "വഴിയുണ്ട്." "ആ ശില്പിയെ വധിക്കാനാണോ കുമാരൻ ഉദ്ദേശിക്കുന്നത്?" "ഇത്രയും കഴിവുള്ള അയാളെ വധിക്കുന്നത് മഹാകഷ്ടം തന്നെ." മന്ത്രി ശില്പിയുടെ അടുത്തു ചെന്നു. "കൊട്ടാരത്തിന്റെ പണി മുഴുവൻ തീർത്തോ?" "ഉവ്വ് പ്രഭോ." "നിങ്ങളുടെ കഴിവുകൾ തന്നെ നിങ്ങൾക്ക് ദോഷം ചെയ്യും. വളരെ സൂക്ഷിക്കണേ." ബുദ്ധിമാനായ ശില്പിക്ക് കാര്യം മനസ്സിലായി. പിറ്റേന്ന് രാജകുമാരൻ ശില്പിയെ വിളിപ്പിച്ചു. "ശില്പി, താങ്കളുടെ ജോലിയെല്ലാം തീർന്നോ?" "ഇല്ല കുമാരാ, ഇനി എന്താണ് തീരാനുള്ളത്?" "കുമാരാ, തികച്ചും അത്ഭുതകരമായ ഒന്നാണത്." രാജകുമാരൻ ചിന്തയിലായി. "അതിവിശിഷ്ടമായ എന്തെങ്കിലുമായിരിക്കും. ആ പണി കൂടി തീർന്നിട്ടാവാം വധിക്കൽ." "പറയൂ, എന്തെല്ലാമാണ് പണിക്കു വേണ്ടത്?" "ഭാരം കുറഞ്ഞ തടി വേണം." "അതിനെന്താ, നാം അത് എത്തിച്ചു തരാം." "ഒന്നുകൂടി അനുവദിക്കണം കുമാരാ. ഞാൻ ജോലി ചെയ്യുന്നത് ആരും കാണാൻ പാടില്ല. പണിസ്ഥലത്തേക്ക് എൻ്റെ ഭാര്യയും മകനും അല്ലാതെ വേറെ ആരും പ്രവേശിക്കരുത്." "സമ്മതം. പറഞ്ഞതെല്ലാം നാം അനുവദിച്ചിരിക്കുന്നു." ആവശ്യപ്പെട്ട തടി കിട്ടിയപ്പോൾ ശില്പി കൊട്ടാരമുറ്റം കെട്ടിമറച്ച് അതിനുള്ളിലിരുന്ന് ജോലി തുടങ്ങി. ഭാര്യ അയാൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു. ഒരു ദിവസം, "ഭാര്യ എന്താ വരാൻ വൈകുന്നത്?" "ഹും, വരുന്നുണ്ട്." "ഭടന്മാർ ഈ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു." രാജകുമാരന് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. "അതു സാരമില്ല. നീ നമ്മുടെ വീട്ടിൽ ചെന്ന് വിലയുള്ളതെല്ലാം വിറ്റ് വേഗം പണമാക്ക്. നാളെ മകനെയും കൂട്ടി വേണം നീ ഇങ്ങോട്ട് വരാൻ. കയ്യിലുള്ള സ്വർണവും മുഴുവൻ എടുത്തോ." ശില്പി പറഞ്ഞതുപോലെ ഭാര്യ ചെയ്തു. പിറ്റേന്ന്, "ഇതാ സ്വർണം. വരൂ, നമുക്ക് ഇതിനുള്ളിൽ കയറാം." ശില്പി രഹസ്യവാതിൽ തുറന്നു. എന്നിട്ട്, "കളിപ്പാട്ടമാണോ അച്ഛാ?" "അതെ മോനെ, ജീവിതത്തിലെ ഏറ്റവും വലിയ കളിക്കുള്ളത്." വാതിൽ അടച്ചിട്ട് ശില്പി ഒരു കമ്പിയിൽ പിടിച്ച് വലിച്ചപ്പോൾ പക്ഷി ചിറകടിച്ചുയർന്നു. എല്ലാവരും ഓടിയെത്തി. "ngേ." പിന്നീടാണ് അവർക്ക് കാര്യം മനസ്സിലായത്. "രാജകുമാരാ, ആ ശില്പി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവനെ അമ്പെയ്തു വീഴ്ത്ത്." ഷൂം ഷൂം. പക്ഷേ ശില്പി യന്ത്രപ്പക്ഷിയെ മുകളിലേക്കു പറത്തി. അവൻ രക്ഷപ്പെട്ടു. ഒരു കുഴപ്പവും പറ്റാതെ ശില്പി യന്ത്രപ്പക്ഷിയെ മറ്റൊരു രാജ്യത്ത് ഇറക്കി. ആ രാജാവിനു വേണ്ടി കൊട്ടാരം പണി തുടങ്ങിയ ശില്പി പിന്നീട് ഒന്നിനൊന്ന് മെച്ചമായ ധാരാളം കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. അത്ഭുത ബാലൻ. സന്യാസിമാരുടെ ആശ്രമത്തിൽ പുതുതായെത്തിയ കുട്ടിയായിരുന്നു സംഗീകൻ. സന്യാസിമാർ ഭിക്ഷയായി കിട്ടുന്ന ഭക്ഷണം ഒരുമിച്ചിരുന്നു കഴിക്കും. ഒരു ദിവസം സന്യാസിമാർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഒരാൾ അവിടെ എത്തി. "പാവം, ഒന്നും കഴിച്ചിട്ടില്ലെന്നു തോന്നുന്നു. ആ പാവത്തിനു വല്ലതും കൊടുക്കണ്ടേ?" "നമുക്കു കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ഇത്തിരി അയാൾക്കു കൊടുക്കാം സംഗീക." "എവിടുന്നു വരുന്നു സഹോദരാ?" "കുറേ ദൂരെ നിന്നാണേ. ഇളയ മകളുടെ വീട്ടിൽ നിന്നു വരികയാണ്. അവിടെ കഷ്ടപ്പാടായതുകൊണ്ട് അകലെയുള്ള മൂത്ത മകളുടെ വീട്ടിലേക്ക് പോകാമെന്നു കരുതി." "എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ?" "നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. വരൂ, ഭക്ഷണം കഴിക്കാം." "ഒരില കൊണ്ടുവരൂ. ഞങ്ങളെല്ലാവരും കുറേശ്ശെ ഭക്ഷണം തരാം." അങ്ങനെ ഹാവൂ വയർ നിറഞ്ഞു. "ഭക്ഷണം നന്നായിട്ടുണ്ട്. നിങ്ങൾ സദ്യ നടത്തുകയായിരുന്നോ?" "അല്ല സഹോദരാ, ഇതു സദ്യയൊന്നുമല്ല. ഞങ്ങൾ വീടുകളിൽ പോയി ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്ന ഭക്ഷണമാണ്. നാട്ടുകാർ നല്ല ഭക്ഷണമാണ് ഞങ്ങൾക്കു തരുക."
എവിടെ പോയി എത്ര പണിതാലും ഇത്ര നല്ല ഭക്ഷണം ഒരിക്കലും കിട്ടില്ല. ഞാനും ഇവിടെ നിന്നോട്ടെ പ്രഭോ. പറയുന്ന എന്തു ജോലിയും ഞാൻ ചെയ്തു തരാം. അങ്ങനെയാകട്ടെ. അവർ അനുവദിച്ചു. അങ്ങനെ അയാൾ സന്യാസിമാരോടൊപ്പം സുഖമായി കഴിയാൻ തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ, മോളെ ഒന്നു കാണണം, അവളുടെ കുട്ടികളെയും കളിപ്പിക്കണം. മകളുടെ അടുത്തു പോകാൻ സന്യാസിമാർ സമ്മതിക്കുമോ എന്തോ. അതിന് അവരോട് സമ്മതം ചോദിക്കേണ്ട കാര്യമെന്താ? തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് അയാൾ രഹസ്യമായി ആശ്രമം വിട്ടു. ഒരു കാട്ടിലൂടെയായിരുന്നു അയാളുടെ നാട്ടിലേക്കുള്ള വഴി. പകുതി വഴി എത്തിയപ്പോൾ, അയ്യോ കള്ളന്മാർ, അങ്ങനങ്ങു പോയാലോ? എന്നെ കൊല്ലരുതേ, എൻ്റെ കയ്യിൽ വില പിടിച്ചതൊന്നുമില്ല, എന്നെ വെറുതെ വിടണേ. പിടിച്ചു കെട്ടവനെ. ഈ കാട്ടിലെ ദേവത സന്തോഷിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ ബലി കൊടുക്കണം. അയ്യോ, എന്നോട് ദയ കാട്ടണേ അങ്ങുന്നേ. ദുഷ്ടനായ എന്നെ ബലി കൊടുത്താൽ നിങ്ങൾക്കൊരു പുണ്യവും കിട്ടില്ല. ഇവിടെ അടുത്ത് ഒരു ആശ്രമമുണ്ട്. അവിടെ പുണ്യവാന്മാരായ ധാരാളം സന്യാസിമാരുണ്ട്. എനിക്കു പകരം അവരിലൊരാളെ ബലി കൊടുത്താൽ വനദേവത തീർച്ചയായും പ്രസാദിക്കും. അതു ശരിയാണല്ലോ. ഈ കള്ളന്റെ കെട്ടുകൾ അഴിക്കൂ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി എൻ്റെ സഹായം വല്ലതും വേണം. ആ ആശ്രമം നീ ഞങ്ങൾക്കു കാട്ടിത്തരണം. ശരി, എങ്കിൽ നടക്ക്. ആശ്രമത്തിൽ എത്താതെ നിന്നെ ഞങ്ങൾ വിടില്ല. അങ്ങനെ അതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെങ്ങും സന്യാസിമാരെ കാണുന്നില്ലല്ലോ. അവർ അവരുടെ മുറികളിലാണ്. ആ മണിയടിക്കൂ, അവർ ഇറങ്ങി വരും. ഉടനെ നാം നാം, ഹ ഹ ഹ, അതാ വരുന്നു. ആരാണ് മണിയടിച്ചത് സഹോദരന്മാരെ? ഞാനാണ്. കാട്ടിൽ താമസിക്കുന്ന കുറെ കൊള്ളക്കാരാണു ഞങ്ങൾ. വനദേവത പ്രസാദിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ ബലി കൊടുക്കണം. അതിന് ഒരാളെ തിരക്കി വന്നതാണ്. ഞാൻ മതിയോ? അരുതേ, താങ്കൾ ഞങ്ങളോടൊപ്പം വേണം. അദ്ദേഹത്തിനു പകരം ഞാൻ വരാം. വേണ്ട, എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. എന്നെ അല്ല, എന്നെ. ഇവർ ധൈര്യശാലികൾ തന്നെ. അവർക്ക് ബന്ധുക്കളാരും ഇല്ലാത്തതുകൊണ്ടാ മരിക്കാൻ മടിയില്ലാത്തത്. മക്കളും ചെറുമക്കളുമൊന്നുമില്ലായിരുന്നെങ്കിൽ ഞാനും സമ്മതിച്ചേനെ. തന്നെ ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോകരുത്. ഓടടോ. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ ഞാൻ കൊണ്ടുപോകാം. അതു ഞാനാണ്. അങ്ങേക്കു തെറ്റിപ്പോയി സഹോദരാ. സംഗീക, നീ പുതുതായി വന്നവനല്ലേ? എങ്കിലും ഞാനാണ് ഏറ്റവും ഇളയവൻ പ്രഭോ. ഞാനങ്ങയോട് യാചിക്കുകയാണ്, എന്നെ തടയരുതേ. സംഗീകൻ ഭയമില്ലാതെ കള്ളന്മാരോടൊപ്പം പുറപ്പെട്ടു. വൈകാതെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇരിക്കൂ. ആ തറയിലിരുന്ന സംഗീകൻ പെട്ടെന്ന് ധ്യാനത്തിൽ മുഴുകി. പുണ്യാത്മാവായ ഇദ്ദേഹത്തെ അധികം വേദനിപ്പിക്കാതെ കൊല്ലണം. ഒറ്റ വെട്ടിന് വധിക്കണം. ആഞ്ഞു വെട്ടാം. വനദേവതേ, ഈ ബലി സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. പക്ഷേ ഷ്യൂം, ഞേ വെട്ടുകൊണ്ടില്ലേ? എൻ്റെ കൈ തെന്നിപ്പോയി. ഈ വെട്ടിനു ഞാൻ ഇദ്ദേഹത്തിൻ്റെ തല രണ്ടായി പിളർക്കും. ക്ലിം. ഹമ്മോ, വാൾ ഒടിഞ്ഞു. ഇദ്ദേഹം സാധാരണക്കാരനല്ല. അങ്ങയുടെ തലയിൽ വെട്ടിയിട്ട് എൻ്റെ വാൾ ഒടിഞ്ഞുപോയി. എന്നിട്ടും താങ്കൾ അനങ്ങാതിരിക്കുന്നല്ലോ. അങ്ങേക്ക് ഒട്ടും പേടിയില്ലേ? സംഗീകൻ ധ്യാനത്തിൽ നിന്നുണർന്നു. ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവന് ഒരിക്കലും വിഷമമുണ്ടാകില്ല. ബന്ധങ്ങളൊന്നുമില്ലാത്തവന് മരിക്കാൻ പേടി കാണില്ല. അങ്ങു പറഞ്ഞത് വളരെ ശരിയാണ്. എന്നെ കൂടി നിങ്ങളോടൊപ്പം കൂട്ടണേ. ഞാനും വരുന്നു. അങ്ങനെ കള്ളന്മാരെ ശിഷ്യന്മാരാക്കി സംഗീകൻ ആശ്രമത്തിലേക്കു മടങ്ങിയെത്തി.